ആശിച്ചു മോഹിച്ച് ജനിക്കുന്ന കുഞ്ഞ്, അതിനെ ശ്വാസം മുട്ടിച്ചു കൊല്ലാൻ ഏതെങ്കിലും അമ്മയ്ക്ക് സാധിക്കുമോ? ഇല്ല എന്ന് പറയുന്നവരെയെല്ലാം ഞെട്ടിച്ച വാർത്തയായിരുന്നു 4 വർഷം മുമ്പ് 2021 മാർച്ചിൽ പുറത്തു വന്നത്. കൊല്ലം കുണ്ടറയിലെ 25-കാരി ദിവ്യ ജോണി എന്ന യുവതി താൻ ജന്മം നൽകിയ വെറും 3.5 മാസം മാത്രം പ്രായമുള്ള കുഞ്ഞിനെ ബക്കറ്റിലെ വെള്ളത്തിൽ മുക്കുകയും പിന്നീട് തലയിണ കൊണ്ട് മുഖത്ത് അമർത്തി ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയുമായിരുന്നു. തുടർന്ന് പ്രസവശേഷം ദിവ്യയ്ക്കുണ്ടായ ഡിപ്രഷനും അനുബന്ധ പ്രശ്നങ്ങളുമാണ് ഈ കൊലപാതകം ചെയ്യാൻ കാരണമായതെന്ന മെഡിക്കൽ റിപ്പോർട്ടുകൾ പുറത്തുവരികയും ദിവ്യയുടെ ചികിത്സകളും മറ്റും മുന്നോട്ടു പോവുകയും ചെയ്തെങ്കിലും പിന്നീടും ദിവ്യ അനുഭവിച്ചത് വൈകാരികമായ ഒറ്റപ്പെടലും അവഗണനയും ഒക്കെയായിരുന്നു. എന്നാൽ അതിൽ നിന്നെല്ലാം ഒരു മോചനമായിരുന്നു 2ാം വിവാഹം. ഒടുവിലിത അതിൻ്റെയും അവസാനം എന്നോണമാണ് 2 നാൾ മുമ്പ് ദിവ്യയുടെ മരണവാർത്തയും എത്തിയത്. കൊല്ലം കുണ്ടറ കാഞ്ഞിരക്കോട് മായൻകോട് അങ്കണവാടിക്ക് സമീപത്തെ നന്ദാവനം വീട്ടിൽ ജോണി സെബാസ്റ്റ്യൻ്റെ മകളാണ് ദിവ്യ. ഓട്ടോറിക്ഷക്കാരൻ്റെ മകളായിരുന്ന ദിവ്യ പഠിക്കാൻ മിടുക്കിയായിരുന്നു. അമ്മ ഉണ്ടായിരുന്നില്ല. റാങ്കോടെയാണ് MSc മാത്തമാറ്റിക്സ് പഠനം പൂർത്തിയാക്കിയത്. അമ്മയ്ക്ക് ക്യാൻസർ ബാധിച്ച് ചികിത്സയിലിരിക്കെയാണ് ആയുർവേദ ഡോക്ടറായ ഡോക്ടർ ബബലുവിനെ പരിചയപ്പെടുന്നത്. ആ പരിചയമാണ് പ്രണയവിവാഹത്തിലേക്കും എത്തിയത്. ബബലുവിൻ്റെ 2ാം വിവാഹമായിരുന്നു ഇത്. പിന്നാലെ ദിവ്യ ഗർഭിണിയാവുകയും ചെയ്തു. എന്നാൽ ഭർതൃവീട്ടിൽ പൂർണ്ണമായും ഒറ്റപ്പെട്ട അവസ്ഥയിലായിരുന്നു ദിവ്യ. ഗർഭിണിയായപ്പോൾ കുട്ടിയെ വളർത്താനുള്ള സാമ്പത്തിക ശേഷിയില്ല എന്ന പേരിൽ കുഞ്ഞിനെ അബോർഷൻ ചെയ്യണമെന്ന് ഭർതൃവീട്ടുകാർ പറഞ്ഞിരുന്നു. സിസേറിയനിലൂടെ കുഞ്ഞ് ജനിച്ച് 4ാം ദിവസം ഭർതൃവീട്ടിൽ എത്തിയ ദിവ്യയ്ക്ക് യാതൊരു പരിഗണനയും ലഭിച്ചിരുന്നില്ല. ഉറക്കമില്ലാത്ത രാവും പകലുമായതോടെ മാനസിക നില തെറ്റുന്ന അവസ്ഥയിലേക്ക് ദിവ്യ എത്തി. ഇതിനിടെ കുഞ്ഞിന്റെ നൂലുകെട്ട് ദിവസം ദിവ്യ ആത്മഹത്യയ്ക്കും ശ്രമിച്ചിരുന്നു. തുടർന്ന് ചികിത്സയ്ക്ക് വിധേയയാക്കിയതോടെയാണ് ദിവ്യ സ്വന്തം വീട്ടിലേക്ക് എത്തിയത്. അവിടെയും സമാധാനമുള്ള ഉറക്കം ലഭിച്ചില്ല. അങ്ങനെയിരിക്കെയാണ് ഒരു ദിവസം അടുക്കളയിൽ ജോലി ചെയ്തിരിക്കെ കുഞ്ഞ് കരഞ്ഞതും മനസ്സ് നിലവിട്ട നേരത്ത് ആദ്യം കുഞ്ഞിനെ ബക്കറ്റിലെ വെള്ളത്തിൽ മുക്കുകയും ചെയ്തത്. കുഞ്ഞ് കൈയും കാലുമിട്ടടിക്കുന്നത് കണ്ടപ്പോൾ വേഗമെടുത്ത് അതിനെ തുവർത്തി കുഞ്ഞിനെ കെട്ടിപ്പിടിച്ച് വീടിന്റെ ഹാളിലെ നിലത്ത് കിടക്കുകയായിരുന്നു. അതിനിടെയാണ് വീണ്ടും എപ്പോഴോ കുഞ്ഞിന്റെ തലയണയെടുത്ത് ആ മുഖത്ത് അമർത്തിയത്. കുറെ കഴിഞ്ഞ് ബോധം വന്നപ്പോഴാണ് പോലീസിനെ വിളിച്ചത്. അച്ഛനെയോ ഭർത്താവിനെയോ വിളിക്കാനാണ് ആദ്യം തോന്നിയതെങ്കിലും അവർ എന്തെങ്കിലും ചെയ്യുമോ എന്ന് ഭയന്ന് പോലീസിനെ വിളിച്ചു. പോലീസ് പറഞ്ഞയച്ച ആംബുലൻസ് വാഹനം എത്തിയപ്പോഴേക്കും അച്ഛൻ എത്തിയിരുന്നു. ഉടൻ തന്നെ കുണ്ടറ താലൂക്ക് ആശുപത്രിയിൽ കുഞ്ഞിനെ എത്തിച്ചുവെങ്കിലും മരണം സംഭവിച്ചിരുന്നു. അതിനുശേഷം സ്വന്തം കുഞ്ഞിനെ ഇല്ലാതാക്കിയ യുവതിയെന്ന നിലയിൽ വെറുപ്പോടെയായിരുന്നു ദിവ്യയെ എല്ലാവരും നോക്കിക്കണ്ടത്. അന്നുവരെ സ്നേഹത്തോടെ വർത്തമാനം പറഞ്ഞവരും ചേർത്ത് പിടിച്ചവരും പിന്നീട് കണ്ടാൽ വാതിലടച്ച് കയറിപ്പോകുന്ന അവസ്ഥയായിരുന്നു. അല്ലെങ്കിൽ പിന്നിൽ നിന്നും കുത്തുവാക്കുകൾ പറയുന്ന അവസ്ഥ. അതെല്ലാം കണ്ടും അനുഭവിച്ചും മനസ്സും അടുത്തിരിക്കവെയാണ് ദിവ്യ തൻ്റെ കഥ തുറന്നു പറഞ്ഞത്. ഇതോടെ എല്ലാവരും ദിവ്യയുടെ അവസ്ഥ മനസ്സിലാക്കി ക്ഷമിച്ചു തുടങ്ങിയിരുന്നു. തുടർന്നാണ് ദിവ്യയുടെ ദുരിതകഥ കേട്ട് കണ്ണൂർ ആലക്കോട് കോട്ടക്കടവിലെ പാട്ടരാക്കൽ വീട്ടിൽ അജേഷ് മോൻ ദിവ്യയെ വിവാഹം കഴിച്ചത്. ദിവ്യ വീണ്ടും ഗർഭിണിയായെന്നും സൂചനയുണ്ട്. എന്നാൽ ഇക്കഴിഞ്ഞ ശനിയാഴ്ച രാവിലെ 11:10 ബെഡ്റൂമിൽ ബോധമറ്റ് കിടക്കുന്ന നിലയിൽ ഇവരെ കണ്ടെത്തുകയായിരുന്നു. ഉടൻ തന്നെ കരുവഞ്ചാൽ സെന്റ് ജോസഫ്സ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണത്തിനു കീഴടങ്ങിയിരുന്നു. ആത്മഹത്യയെന്നാണ് പ്രാഥമിക നിഗമനം. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം നാട്ടിലേക്ക് കൊണ്ടുവന്ന് സംസ്കരിക്കുകയും ചെയ്തു. 30 വയസ്സായിരുന്നു പ്രായം. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.